HOD, Department of Neonatology, Ahilya Women and Children Hospital, Dr. Ratnapati, Neonatologist, Ahilya Women and Children Hospital, Mrs. Preetha, Administrator, Ahilya Women and Children's Hospital. അപ്പോൾ നമ്മുടെ അഹല്യ ക്യാമ്പസിൽ 4 ഹോസ്പിറ്റലുണ്ട്. എല്ലാവർക്കും അറിയും. അഹല്യ ഡയബറ്റിക്സ് ഹോസ്പിറ്റൽ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, അഹല്യ ഐ ഹോസ്പിറ്റൽ, പിന്നെ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ. ഈ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ ഓബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഉപരിയായിട്ട് അഹല്യ പീഡിയാട്രിക്സ് ആൻഡ് അഹല്യ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU എന്ന് പറയും. അതൊരു ലെവൽ 3 NICU ആണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് NICUs. അപ്പൊ അതിൽ ഉള്ള ഡോക്ടർ പത്മേഷ് HOD ആണ്. ഡോക്ടർ ratnapati നിയോനേറ്റോളജിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ CK ചെയ്യുന്നത്. നിയോനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനിച്ചത് തൊട്ട് 28 ദിവസം അല്ലെങ്കിൽ ഏകദേശം 1 മാസം. അപ്പോ ഇഷ്യൂക്കാരും അസുഖങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ ഈ സമയത്താണ് കുട്ടികൾക്ക് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത്, എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻഫെർട്ടിലിറ്റിയും പ്രീമെച്യൂരിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അതിന് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ സാധാരണ തന്നെ കുറെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, മെക്കോണിക് ആസ്പിറേഷൻ, സെപ്സിസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡേ ടു ഡേ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ടെർഷറി കെയർ സെന്ററിൽ പോലും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ബേബിനെ ട്രീറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അതിൽ പീഡിയാട്രിക് സർജൻ, ഇറ്റ്സ് സർജിക്കൽ എമർജൻസി റെഫർ ടു അനദർ ഹോസ്പിറ്റൽ. അപ്പോ അതിനെ പറ്റി ഒരു 5 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെ ലാപ്രോസ്കോപ്പിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തു. അതിനെപ്പറ്റി നിങ്ങൾ എല്ലാത്തോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡോക്ടർ പരമേഷ് പറയും. താങ്ക് യു. നമസ്കാരം. ഞങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി ജനിച്ച് 4ാമത്തെ ദിവസം റെഫറൽ വന്നു. കുട്ടിയെ ഞങ്ങളുടെ അടുത്ത് അയച്ചത് കുട്ടി പിത്തം ഛർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ബ്രൈൽ പച്ച നിറത്തിൽ പിത്തം ഛർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പിത്തം ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടലിൽ എവിടെ അടപ്പുണ്ട് എന്നാണ്. അപ്പോൾ കുട്ടി വന്ന ഉടൻ സ്കാൻ ചെയ്ത് നോക്കിയാൽ കുടലിന് അടപ്പുള്ളതായിട്ടും കുടൽ തിരിഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് ജന്മനാൽ വരുന്ന ഒരു പ്രശ്നമാണ്. ആദ്യത്തെ 4 ദിവസം കുട്ടിക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉള്ള ഒരു പ്രശ്നമാണത്. ഇതിനെ നമ്മൾ മാൽറൊട്ടേഷൻ വിത്ത് വോൾവുലസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സാധാരണ കുട്ടി ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഈ കുടൽ വളരുന്ന രീതി തെറ്റായിട്ട് അത് ഡയറക്ഷൻ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത് വല്ലാതെ ടൈറ്റ് ആയിട്ട് തിരിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിലേക്ക് പോണ രക്തോട്ടം കുറയും. അപ്പൊ ഇത് ലേറ്റ് ആകും തോറും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കുടലിലേക്ക് പോണ ആ ഭാഗത്തേക്ക് പോണ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ കുടലിൽ രക്തോട്ടം ഇല്ലാതെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് എത്രത്തോളം ലേറ്റ് ആവുന്നു അത്രത്തോളം കുടലിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കുടലില് ആ ഭാഗം മുഴുവനും, നശിച്ച ഭാഗം മുഴുവനും നമുക്ക് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയും വരിക. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ കുട്ടി വന്നോടൻ സ്കാൻ എടുത്ത് ഇതാണെന്ന് കണ്ട് ഒരു 2ാമത്തെ മണിക്കൂർ തന്നെ കുട്ടിയെ സർജറിക്ക് എടുത്തു. സർജറി ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കുട്ടിക്ക് ചെയ്ത സർജറി ലാപ്രോസ്കോപ്പിയിലാണ് ചെയ്തതെന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ കീ ഹോൾ സർജറി. അപ്പോൾ വയറിൽ നമ്മൾ കീറി തുറന്ന് ചെയ്യണതിന് പകരം നമ്മൾ ആകെ ഒരു 3 ദ്വാരം ഉണ്ടാക്കിയിട്ട് അതുവഴി ക്യാമറയും ബാക്കി ഇൻസ്ട്രുമെന്റ്സും വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ലാപ്രോസ്കോപ്പി ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് അഡൽട്സിൽ ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതിലൊക്കെ ഒരു 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ടോപ്പ് 10 ഹോസ്പിറ്റൽസിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടിക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് സർജറി കഴിഞ്ഞു. അതിനുശേഷം കുട്ടി ഏകദേശം 2 ആഴ്ചത്തോളം നമ്മൾ ലെവൽ 3 NICUയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. അപ്പം പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു നവജാത ശിശുവിന് ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. സർജറി ചെയ്തത് പീഡിയാട്രിക് സർജൻ, സീനിയർ പീഡിയാട്രിക് സർജൻ ഡോക്ടർ മുത്തുലിംഗമാണ്.
ചോദിക്കാം. ശരി, താങ്ക് യു. അതെ, പാലക്കാട് സ്വദേശി. പ്രത്യേകം പറയേണ്ടത് നമുക്ക് ഈ ഒരു വലിയ ആൾക്ക് തന്നെ അബ്ഡമൻ എന്ന് പറഞ്ഞത് ഇത്ര ഈ ഭാഗമാണ്. അപ്പൊ അതില് ലാപ്രോസ്കോപ്പിയിൽ ഒരു വലിയ അഡൽട്ടിൽ ചെയ്യുന്നത് തന്നെ അത് എസ്പെഷ്യലി റിസെപ്ഷൻ കുറച്ചൊരു ചാലഞ്ചിങ് ആണ്. ചെറിയ കുട്ടി 4 ദിവസം കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്ഡമൻ എത്ര ചെറുതായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിൽ ലാപ്രോസ്കോപ്പി വെച്ച് ചെയ്തു ഒരു ശരിക്കും ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആക്ച്വലി. അത് കുട്ടി ചെയ്തു, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ ചെയ്തു ഇതിനൊക്കെ ശരിയാക്കി, പക്ഷെ എന്നാലും ആ ബ്ലഡ് സപ്ലൈ ശരിയായിരിക്കണം, കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാൻ പാടുന്നില്ല, കുട്ടി ഫീഡ്സ് ശരിക്കും ഏൽക്കണം, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ. ഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ മാത്രമല്ല അതിന്റെ കുടലിന്റെ വളർച്ച തന്നെ വ്യത്യാസമായിട്ടായിരിക്കും. അപ്പൊ ഇതില് ഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ മാത്രമല്ല കുടലിൽ തന്നെ ചുറ്റിയിരിക്കുകയായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ചുറ്റിയിരിക്കുന്ന ഭാഗത്ത് പോകുന്ന രക്തോട്ടാണ് കുറയുന്നത്. അപ്പൊ അത് ജന്മല ഒട്ടി നിൽക്കാനായിട്ട് അതിലൊരു ബാൻഡ് പോലെ ഉണ്ടാവും. അതിൽ നമ്മൾ ലാക്സ് ബാൻഡ് എന്ന് പറയും. അപ്പൊ അതെല്ലാം കളഞ്ഞിട്ട് വേണം ഇതിനെ നമുക്ക് ശരിയാക്കാനായിട്ട്. ഏകദേശം സർജറി 2 മണിക്കൂറോളം എടുത്തു. ഇത് ലാപ്രോസ്കോപ്പിയിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓപ്പൺ ആയി ചെയ്യുമ്പോൾ അത് കുറേ കൂടെ ഒരു കുട്ടിക്ക് കുറെ ദിവസം കൂടെ ICUയിൽ ഇരിക്കേണ്ടി വരും. പിന്നെ അത് ഉണങ്ങാനുള്ള സമയം കുറെ കൂടെ ഡ്യൂറേഷൻ കൂടും. ഇതില്ല അത് ലാപ്രോസ്കോപ്പിയിലാന്ന് പറയുമ്പോൾ അത് നല്ല വേഗത്തിൽ കുട്ടിക്ക് റിക്കവറി ഉണ്ടാവും. നമ്മുടെ പാലക്കാട് പരിസരത്തിൽ നമ്മുടെ അകലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കണം. നമ്മൾ ട്രെയിൻ ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലില് കുട്ടികൾക്ക് മാത്രമല്ല ബാക്കി ഇതുപോലെ ചില സർജറീസ്. ഇപ്പൊ നമ്മൾ പോയ പ്രസ് മീറ്റിൽ ഒരു 600 ഗ്രാം തൂക്കമുള്ള ഒരു കുട്ടീനെ നമ്മൾ ഇതാക്കിയിട്ട് ഒരു 1.5 കിലോഗ്രാംസ് ആക്കി കുട്ടി ഏത് സപ്പോർട്ടും ഇല്ലാണ്ട് മദറിന്റെ മിൽക്ക് കഴിക്കാൻ അത്ര ആക്കി എന്നുള്ളത് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയിക്കാനാണ് മെയിൻ ചെയ്യുന്നത്. താങ്ക് യു.